ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് 1 ഏക്കർ 35 സെൻറ്റ് സ്ഥലം ഹൗസിംഗ് പ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയാണ്. ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ ലക്കിടിയിലാണ്. ലക്കിടിയിൽ ഈ കാണുന്ന പാലക്കാട് കൊളപ്പുള്ളി ഹൈവേയിൽ ഈ വില്ലേജ് ഓഫീസിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഉള്ളിലേക്ക് റോഡ് പോകുന്നുണ്ട് പേരൂരിലോട്ട്. തെക്കിനിയമ്മങ്കാവ് പറയും, ആ ഭാഗത്താണ് പ്ലോട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോകുന്ന റൂട്ടും ഒരു ബസ് റൂട്ടാണ്. ഇതൊരു നാഷണൽ ഹൈവേ ആണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പോകുന്ന ഖൈറിയത്ത് പ്രൈവറ്റ് ITI ഉണ്ട്. ആ റൂട്ടിലാണ് നമ്മൾ പോകുന്നത്. അവിടെ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ വിട്ടിട്ട് ഈ ഒരു കാണുന്ന തെക്കിനിയമ്മങ്കാവിൻ്റെ അടുത്ത് തന്നെ ഹെൽത്ത് സെൻ്റർ ഉണ്ട്. ഹെൽത്ത് സെൻ്റർ പറഞ്ഞാൽ ഗവൺമെൻറ് ഹെൽത്ത് സെൻ്റർ ഉണ്ട്. അതിൻ്റെ അടുത്തായിട്ട് ഈ കാണുന്നതാണ് പ്ലോട്ട്. ഈ കാണുന്ന 1 ഏക്കർ 35 സെൻറ്റ് സ്ഥലം ഇപ്പോൾ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് ലേഔട്ടിങ്ങിനുള്ള റെഡി ആയിട്ടിരിക്കുകയാണ്. സൂപ്പർവായിട്ട് ഫ്ലാറ്റായിട്ട് കിടക്കുന്ന ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ്. ഈ കാണുന്നതാണ് ഇവിടെ അടുത്ത് തന്നെയുള്ള ഹെൽത്ത് സെൻറ്റർ. ഇവിടെ നിന്ന് നമുക്ക് ആ ഒരു ഇതിലേക്ക് നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലോട്ടിലേക്ക് അവിടെ നിന്ന് റോഡ് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള തെക്കിനിയമ്മങ്കാവാണ്. ഈ കാണുന്നതാണ് തെക്കിനിയമ്മങ്കാവ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാവാണ്. അതിനനുസരിച്ച് ഫ്രണ്ടിൽ നല്ല അതിൻ്റെ അമ്പലത്തിൻ്റെ ആ ഒരു ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് അവിടെ വീടും ഉണ്ട്. ഇതിനോട് ചേർന്നിട്ടുള്ള ഈ കാണുന്നതാണ് നമ്മുടെ ഹെൽത്ത് സെൻറ്റർ എന്ന് പറയുന്നത്. ഹെൽത്ത് സെൻറ്ററിൽ നിന്ന് ഇവിടെ നിന്നൊരു വഴി, ഇതിന് മുമ്പിൽ കൂടെ വഴിയുണ്ട്, റോഡുണ്ട്. അത് നേരെ നമുക്ക് നമ്മുടെ പ്ലോട്ടിലേക്ക് ഇറങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു വഴി, ഇതിൻ്റെ പ്ലോട്ട് ലാസ്റ്റ് ഞാൻ ഇതിൻ്റെ സ്ട്രക്ചറും അതുപോലെ തന്നെ അതിൻ്റെ സൈറ്റ് ലൊക്കേഷനും കാര്യങ്ങളും പ്ലാനൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ വഴി കാണാൻ പറ്റും, സൈഡിലൂടെ വഴി. ഇതാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള 1 ഏക്കർ 35 സെൻറ്റ് സ്ഥലം. സോ നമുക്ക് കാവ് ഈ കാണുന്ന ഭംഗിയിലാണ് നമ്മുടെ കാവുള്ളത്, കണ്ടില്ലേ? സോ ഇതിനോട് ചേർന്ന് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണിത്. ഇതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഇത് കിടക്കുന്നത്. പക്ഷേ അവിടെ നിന്ന് നമുക്ക് ചെറിയൊരു വഴി കണ്ടു, അതല്ല ഈ ബസ് റൂട്ട് കാണുന്നില്ല, ഇത് ബസ് റൂട്ടാണ്. ഇവിടെ നിന്ന് നമുക്ക് ജസ്റ്റ് ഒരു 15 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇവിടെ നിന്ന് നടക്കാനായിട്ട് നമ്മുടെ പ്ലോട്ടിലോട്ട്. സോ ഇതിൻ്റെ ഈ പ്ലോട്ടിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ കണ്ട കാവും അതുപോലെ തന്നെ ഹെൽത്ത് സെൻ്ററുകൾ. പക്ഷേ അവിടേക്ക് 5 മീറ്റർ വഴി ഈ പ്ലോട്ടിൻ്റെ ഇടയിലൂടെ തന്നെ ഇവർ വിട്ടിട്ടുണ്ട്. സോ ഈ ഒരു പ്ലോട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഇടയിലെല്ലാം റോഡ്, ഇപ്പോൾ ഈ വന്നിരിക്കുന്ന 5 മീറ്റർ വഴിയാണ്. അതുപോലെ തന്നെ ഇവിടെ കംപ്ലീറ്റ് ഇതിൻ്റെ ചുറ്റുമുള്ള വഴികളെല്ലാം തന്നെ 5 മീറ്ററിൽ കുറയാതെ വഴി അവർ വിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലൊരു പോസ്റ്റ് കണ്ടു, അത് ഈ പ്ലോട്ടിൻ്റെ ഏറ്റവും എൻഡിലോട്ട് അവർ മാറ്റുന്നുണ്ടാവും. സോ കംപ്ലീറ്റ് ആയിട്ട് ഇതാണ് പ്ലോട്ട്. ഇതിലെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ലാസ്റ്റ് ലേഔട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് ഇതിൻ്റെ റോഡ്, ഇതിൻ്റെ ഇടയിലുള്ള ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള റോഡ്. 5 മീറ്ററിൻ്റെ വഴിയാണുള്ളത്. ഇതിനകത്ത് ആൾറെഡി ഒരു പ്ലോട്ടിനകത്ത് ഒരു ബോർവെല്ല് കുഴിച്ചിട്ടുണ്ട്. അത് ഏകദേശം 110 അടിയിൽ തന്നെ വെള്ളം കണ്ടിട്ടുള്ള നല്ലൊരു ബോർവെല്ല് ഇതിനകത്തുണ്ട്. ചുറ്റുവട്ടമുള്ള വീടുകളിലൊക്കെ കിണറാണ് കേട്ടോ, കിണറിൽ തന്നെ വെള്ളം കിട്ടുന്നുണ്ട്. ഈ ഒരു പ്ലോട്ടിൻ്റെ ഏരിയ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു 2 കിലോമീറ്ററാണ് ശരിക്കും NH എന്ന് ദൂരം വരുന്നത്. അതുപോലെ തന്നെ അടുത്ത് തന്നെ ഹൈറാത്തിൻ്റെ ഞാൻ പറഞ്ഞ പ്രൈവറ്റ് ITI ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മൗണ്ട് സീനയുടെ കോളേജ് ഉണ്ട്. അതുപോലെ മൗണ്ട് സീന സ്കൂളൊക്കെ എടുത്തതെന്ന് വെച്ചാൽ നമുക്കൊരു 4 കിലോമീറ്റേഴ്സിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ടാവും. ഒറ്റപ്പാലത്തേക്ക് ശരിക്കും ഞാൻ ഇവിടെ നിന്ന് നോക്കി വണ്ടിയിൽ പോയ സമയത്ത് ഏകദേശം ഒരു 15 to 20 മിനിറ്റ് ഡിസ്റ്റൻസേ നമുക്ക് വരുന്നുള്ളൂ ഒറ്റപ്പാലം സെൻറ്ററിൽ എത്തുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ കാവ് വരുന്നുണ്ട്, ചെനക്കത്തൂർ കാവ്. അത് നമുക്കൊരു 5 കിലോമീറ്റേഴ്സ് ദൂരത്തിലുണ്ട്. അതുപോലെ തന്നെ ലാഡർ സിനിമാസ്, അത് നമുക്കൊരു 4 കിലോമീറ്റർ ദൂരത്തിൽ നമുക്ക് ലാഡർ സിനിമാസ് കാണുന്നുണ്ട്. ഇതൊക്കെ ചെറിയ ദൂരം, 4 കിലോമീറ്റർ പറയുമ്പോൾ ചെറിയ ഡിസ്റ്റൻസ്, ജസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എത്താനുള്ള ദൂരം തന്നെയുള്ളൂ. 3.5 കിലോമീറ്റർ നമുക്ക് ലക്കിടി കൂട്ടുപാത എത്താൻ പറ്റും. കംപ്ലീറ്റ്ലി നോക്കുമ്പോൾ ശരിക്കും ഒരു സിറ്റി വളരെ നിയറസ്റ്റ് ആണ് താനും. എന്നാലോ നമുക്ക് വളരെ കാമൻ പീസായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർവായിട്ടുള്ള ഒരു ഏരിയയിൽ വളരെ ചുരുങ്ങിയ റേറ്റിൽ നമുക്ക് പ്രോപ്പർട്ടി കിട്ടുന്നുണ്ടെന്നാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. കാരണം ഇവിടെ ഇവർ പറഞ്ഞിരിക്കുന്നത് പ്രകാരം 5 സെൻറ്റ് മുതൽ അങ്ങ് മേലേക്ക് 10 സെൻറ്റ് വരെയും പ്രോപ്പർട്ടീസ് ഉണ്ട്. താല്പര്യമുള്ളവർക്ക് 15 എടുക്കാം, 5 എടുക്കാം, 10 എടുക്കാം. എങ്ങനെ വേണമെങ്കിലും പ്ലോട്ട് ഡിവൈഡ് ചെയ്ത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ എടുക്കാൻ പറ്റും. ആൾറെഡി അവർ ലേഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 5 മീറ്റർ വീതിയുള്ള റോഡും ഉണ്ട് ഇതിൻ്റെ ഇടയിലെല്ലാം തന്നെ. അപ്പോൾ നമുക്ക് NSS കോളേജ് എടുത്ത് നോക്കിയാൽ തന്നെ 6 കിലോമീറ്റർ ദൂരമുള്ളൂ. അങ്ങനെ എല്ലാം തന്നെ വളരെ നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇവർ പറയുന്ന റേറ്റ് വളരെ ചെറിയ റേറ്റാണ്. സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 1,10,000 തൊട്ട് തന്നെ ഇതിൽ സെൻറ്റിന് പെർ സെൻറ്റ് 1,10,000 വരെ ഇതിനകത്ത് പ്ലോട്ടുകളുണ്ട്.
അതിൽ മാക്സിമം പോയിക്കെന്ന് വെച്ചാൽ 1,25,000 വരെയൊക്കെ ഇവർ കണക്ട് ചെയ്യുന്നുള്ളൂ. അതും നമുക്ക് ഇരുന്ന് സംസാരിക്കുകയാണ്, നമ്മൾ എടുക്കുന്ന പ്ലോട്ടിനനുസരിച്ച് നമുക്ക് നെഗോഷ്യബിളും ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്നുണ്ടാവും. നമ്മൾ ആലോചിക്കേണ്ട കാര്യം സിറ്റിക്ക് സിറ്റി, കാരണം മെയിൻ ഹൈവേ എന്ന് വെറും 2 കിലോമീറ്ററുള്ള, അതും നല്ല വീതിയുള്ള റോഡ്. ഇതുവരയ്ക്കും അമ്പലങ്ങളും പള്ളികളും എല്ലാം നമുക്ക് വളരെ നിയറസ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഹെൽത്ത് സെൻറ്റർ നമുക്ക് നിയറസ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. കോളേജുകളും സ്കൂളുകളും എല്ലാം നിയറസ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. സോ ഒറ്റപ്പാലം സെൻറ്ററിൽ നോക്കി നമുക്ക് വെറും 15-20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇവിടെ എത്താനും സാധിക്കും. സോ അതുപോലുള്ള ഒരു സൂപ്പർ പ്രോപ്പർട്ടി നിങ്ങൾ തിരയുന്നുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിലും നമ്മുടെ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു ആൻഡ് ടേക്ക് കെയർ. ബൈ.